ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിലെ ഉപദേശങ്ങൾ അത് കൃത്യമായി അതിനോടൊരല്പം പോലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അത് കൃത്യമായി നാം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിനെ പിൻഗമിക്കാൻ ഇച്ഛിക്കുന്ന ആളുകൾ അതിനുള്ള താല്പര്യവും അതിനുള്ള അധ്വാനവും അക്കാര്യത്തിൽ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ നേരത്തെ ഒരു 5 പോയിന്റുകൾ പറഞ്ഞായിരുന്നല്ലോ. വിശ്വാസം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല, മാനസാന്തരവും വിശ്വാസവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല എന്നാണ് പറയുന്നത്. മാനസാന്തരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു വാക്യമുണ്ട്. ജാതികൾക്കും രക്ഷയ്ക്കായി മാനസാന്തരം നൽകിയല്ലോ എന്നുള്ള ഒരു വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. അത് ഉപയോഗിച്ചിട്ടാണ് മാനസാന്തരവും വിശ്വാസവും അത് നമ്മളുടെ ജോലിയല്ല, അത് ദൈവം നമ്മൾ തരുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും എനിക്ക് എന്നിൽ തന്നെ ഒന്നുമില്ല, അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ച് തരുന്നതാണ്. പിന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ചിലരെ സ്വർഗത്തിലേക്കും ചിലരെ നരകത്തിലേക്കും തീരുമാനിച്ചു. സ്വർഗത്തിലേക്ക് എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം മരിച്ചു, അവരെ ദൈവകൃപ കൊടുത്ത് അവരെ രക്ഷിക്കപ്പെടുത്തി. എന്നുവെച്ച് പിന്നെ അവരുടെ രക്ഷ നശിച്ചു പോകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇത്രയൊക്കെ ദൈവം ചെയ്തേച്ച് പിന്നെ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമല്ലേ? അവർ തന്നെ അവർക്കൊരു കെണി ഉണ്ടാക്കി വെച്ചു, അവരാ കെണിയിൽ വീണു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ശരി, അപ്പോൾ നാം വിശ്വസിക്കുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നാം ചിന്തിച്ചത് നിത്യജീവനെക്കുറിച്ചാണ്. നിത്യജീവനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ക്രിസ്തുവിൽ വസിക്കുന്നു എന്നാണ്. ഞാൻ 42 വർഷം മുമ്പ് ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്ന് നിത്യജീവൻ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനിത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ അല്ലേ? പരിശോധിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിൽ ഇരിക്കാതിരിക്കാനായിട്ടുള്ളൊരു സാധ്യത വീണ്ടും ജന്മം പ്രാപിച്ച ആളുകൾക്കുണ്ട് അല്ലേ? ഈ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഗലാത്യ ലേഖനത്തിലെ വിഷയമെന്ന് പറയുന്നത് നമ്മളത് പഠിച്ചതാണ്, ബാബു സൗരൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അവിടെ ഈ യഹൂദന്മാരുടെ ചില രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യഹൂദന്മാരുടെ പരിച്ഛേദന പോലെയുള്ള ഒരു കാര്യവും കൂടെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നൊരു ചെറിയ ഉപദേശത്തിലൊരു ചെറിയ വ്യത്യാസം അല്ലേ? വലിയ വ്യത്യാസമാണോ? യഹൂദന്മാരോട് കർത്താവ് കൽപ്പിച്ചതല്ലേ പരിച്ഛേദന ഏൽക്കണമെന്ന്. അപ്പം അത് സഭയിലേക്ക് വരുന്നവരും പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഗൗരവമായിട്ടൊന്നും നമ്മൾ കാണില്ല അല്ലേ? നമ്മൾ കാണുമോ? ഒന്നുമില്ലേലും യഹൂദന്മാരോട് കൽപ്പിച്ച കാര്യമല്ലേ? പക്ഷെ രക്ഷയുടെ സന്ദേശത്തോട് അത് കൂട്ടിയാൽ അവരെക്കുറിച്ച് പറയുന്നത് ശപിക്കപ്പെട്ടവനെന്നാണ്. രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമല്ലാതെ എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ, ആരാ അത്? ഗലാത്യയിലെ സഭകളോട് പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. പ്രിയമുള്ളവരെ, നിത്യജീവനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ബൈബിളിലെ ഉപദേശം, നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവാകുന്ന നിത്യജീവൻ നമുക്കുണ്ട്.
ക്രിസ്തുവിലുള്ള നിത്യജീവൻ നമുക്കുണ്ട്. നാം ക്രിസ്തുവിൽ വസിക്കുന്നവരാണോ? എങ്ങനെയാണ് ക്രിസ്തുവിൽ വസിക്കുന്നത്? ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ അവൻ നിങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലുള്ള പ്രാർത്ഥനയാണത്. അതിലൊരു വാചകമാണ്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന് വേണ്ടി വരം നൽകണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കാൻ തുടങ്ങിയതല്ലേ? പിന്നെയും ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോൾ, അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോഴാണ് നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിതാന്ത്യം വരെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മിൽ വസിക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കുക എന്ന് പറയുന്നത്, നാം ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നതും ബൈബിളിൻ്റെ ഭാഷയിൽ ഒന്ന് തന്നെയാണ്. അത് രണ്ടും ബൈബിളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം നമ്മളില്ല. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നാം ഏറ്റുപറഞ്ഞ ഒരു ദിവസമുണ്ട്. അന്ന് എന്താണ് ശരിക്കും ഈ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നറിയാമോ? എന്താണ് യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പം എന്താ അതിൽ ഉൾപ്പെട്ടി? അതിൻ്റെ അർത്ഥം എന്താ? ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ കർത്തൃത്വത്തിന്, യേശു എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു. അല്ലേ? അതല്ലേ ശരിക്കും അങ്ങനെ സമർപ്പിച്ചിട്ടാണോ എന്ന് ഏറ്റു പറഞ്ഞേ? നമ്മളോട് സുവിശേഷം പറഞ്ഞ ആളെന്ത് പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും, പിന്നെ നിനക്ക് നിത്യജീവൻ കിട്ടും, പിന്നെ നീ നരകത്തിൽ പോവില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞ നമ്മൾ പിന്നെ യേശുവിൻ്റെ കർത്തൃത്വത്തിന് എന്നെങ്കിലും കീഴടങ്ങിയിരുന്നിട്ടുണ്ടോ? കീഴടങ്ങിയിരിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. വിശുദ്ധീകരിപ്പിൻ എന്ന് പറഞ്ഞാൽ വേർതിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വേർതിരിക്കണമെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? യേശു അവരുടെ കർത്താവല്ല, അവർ തന്നെ അവരുടെ കർത്താവായിട്ട് മാറിപ്പോയി അല്ലേ? യേശുവിനെ കർത്താവായിട്ടൊക്കെ അവർ സ്വീകരിച്ചു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങ് താങ്ങാൻ പറ്റില്ല എന്നവർക്ക് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ എന്താ ചെയ്തേ? യേശുവിനെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവർ തന്നെ അവരുടെ സിംഹാസനത്തിൽ കയറിയിരുന്നു. അപ്പോൾ അവരോട് പറയുക, യേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പം ചില തീരുമാനങ്ങൾ എടുത്ത് ഏറ്റു പറഞ്ഞേച്ച് പിന്നെ നമ്മുടെ സ്വന്തം വഴിക്ക് തിരിയുന്ന ഒരു ജീവിതമേ അല്ല. നമ്മുടെ രണ്ടാമത്തെ നമ്മൾ വളരെ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ്. ഇന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന, ക്രിസ്തീയ ലോകത്തിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റുപറയുക, സ്വീകരിക്കുക, ആദ്യത്തെ കൽപ്പനയായ സ്നാനമേൽക്കുക. ബൈബിളിൽ അങ്ങനെയല്ല കേട്ടോ. ആദ്യത്തെ കൽപ്പനയല്ല സ്നാനം, അങ്ങനെയൊന്നുമില്ല. സ്നാനമേൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം? വലിയ കുഴപ്പമൊന്നും കൂടാതെ നമ്മളങ്ങോട്ട് ജീവിക്കണം. അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്? വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, മോഷ്ടിക്കാൻ പോകരുത്, കള്ളസാക്ഷ്യം പറയാൻ പോകരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, ആർക്കും വലിയ ശല്യമൊന്നുമില്ലാതെ അത്യാവശ്യം നന്മയൊക്കെ ചെയ്ത് അങ്ങ് ജീവിക്കുക. അങ്ങനെയല്ലേ? ഇങ്ങനെ പോരാന്ന് ഏതെങ്കിലും സഭയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നു നമ്മൾ മാത്രം അത് പറയുന്നുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കാതെയും നമ്മുടെ ജഡത്തിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് വിശ്വാസികളെക്കാൾ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്, വളരെ മാന്യമായിട്ട്. നമ്മൾ പ്രവർത്തിക്കുകയല്ല. യേശുവിനെ നമ്മുടെ ജീവിതത്തെ നാം രക്ഷയുടെ സമയത്ത് നമ്മുടെ കർത്തൃത്വത്തെ നാം ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അപ്പോൾ നമ്മളിലേക്ക് ദൈവം പകരപ്പെടുന്നത് ഒരു പരിശുദ്ധാത്മാവിനെയാണ്. ആ കർത്താവിൽ വസിച്ചുകൊണ്ട് അന്ത്യത്തോളവും വിശ്വസ്തയോടെ ജീവിക്കാൻ നമുക്ക് എത്രത്തോളം ശക്തി വേണമോ, നമ്മുടെ വിശുദ്ധീകരണത്തിനും കർത്താവിനെ പിൻഗമിക്കുന്നതിനും നമുക്ക് എത്രത്തോളം ശക്തി വേണമോ അത്രത്തോളം ശക്തിയോടുകൂടി
നമ്മളിലേക്കൊരു പരിശുദ്ധാത്മാവ് വരുന്നു. പിന്നെ നമ്മളുടെ ജീവിതം നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, എൻ്റെ തോന്നലുകൾക്കനുസരിച്ച് പോകുന്നതല്ല, മറിച്ച് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം പഠിപ്പിച്ചത് നമ്മൾ പഠിച്ചു അല്ലേ? ആത്മാവ് നടത്തുന്നവർ അത്രേ ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ നമ്മളെല്ലാവരും നടക്കുന്നവരല്ല, നടത്തപ്പെടുന്നവരാണ്. നടക്കുന്നവരല്ല, നടത്തപ്പെടുന്നവരാണ്. നമ്മളെ നടത്തുന്നത് ദൈവാത്മാവാണെങ്കിൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നമ്മൾ നടക്കുകയാണെങ്കിൽ അവിടെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത് നമുക്കാണ്, യേശുവല്ല. ഇത് ഇത്ര കൃത്യമായി പഠിപ്പിക്കുന്ന സഭകൾ ഉണ്ട് എന്നെനിക്ക് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഒരു പക്ഷേ കാണുമായിരിക്കും. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനം 8 ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൽ നാം ഇരിക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമായിരിക്കുന്ന ന്യായപ്രമാണത്താലല്ല. പിന്നെ നമ്മളുടെ ജീവിതം ഏത് പ്രമാണത്താലാണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പോൾ പുതിയൊരു പ്രമാണത്തിൻ്റെ കീഴിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മെ നിയന്ത്രിക്കുന്ന ഒരു പുതിയ പ്രമാണം. പഴയ പ്രമാണം എന്തൊക്കെയാണ്? ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലേ? അതല്ലായിരുന്നോ ന്യായപ്രമാണം? ന്യായപ്രമാണം അങ്ങനെയല്ലേ? ചെയ്യരുതാത്ത കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. അതിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താ? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. എന്നാൽ നമുക്ക് അതിൻ്റെ അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം തന്ന് പുതിയൊരു പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ആ പ്രമാണത്തിൻ്റെ പേരെന്താ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ നൽകിയ ആത്മാവിൻ്റെ പ്രമാണം. ജീവൻ എവിടെയാണ് കിട്ടിയത്? നമ്മുടെ ആത്മാവിലാണ്, അല്ലേ? നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിച്ചു. ആ ജീവനാധാരമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് നമ്മൾ വായിക്കുമ്പോൾ വേറെ നമ്മുടെ ജഡത്തെ അനുസരിക്കാൻ നമുക്ക് വകുപ്പില്ല. പക്ഷെ ഇന്ന് സഭകളിൽ എങ്ങനെയാണെന്നറിയാമോ? അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം അവർക്ക് കൊടുക്കും. എന്തൊക്കെയാ പ്രമാണം? കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, സ്നേഹിക്കണം, ബഹുമാനിക്കണം, കീഴടങ്ങിയിരിക്കണം. അങ്ങനെ ചെയ്തങ്ങ് പോയാൽ മതി. ഇത് രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കിയാൽ ഒരാൾക്ക് ഒരുവിധം മാന്യമായിട്ട് അവൻ്റെ ജഡത്തിൻ്റെ തീരുമാനത്തിൽ തന്നെ ജീവിക്കാൻ പറ്റും, ഇല്ലേ? നമ്മളിൽ ആരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ? പിടിച്ചു പറിക്കാൻ പോകുന്നുണ്ടോ? വ്യഭിചരിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലേ? നമ്മളങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെ ചെയ്താൽ നമ്മുടെ സാക്ഷ്യം പോവും, പോലീസ് പിടിക്കും, നാട്ടിൽ നാണക്കേടാവും, അല്ലേ? അതുകൊണ്ടും ഇതൊക്കെ ചെയ്യാതെ ജീവിക്കാം. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചിന്തയുമല്ല. ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ആ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്. സഹോദരന്മാർ കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷീണമാണല്ലോ. അയൽവക്കക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണല്ലോ. ഇതൊന്നുമല്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമാണ്. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
എന്ത് വിചാരിക്കും, അല്ലേ? നമ്മൾക്ക് ചിന്തയിലൂടെ മനസ്സിലൂടെ പോകാനുള്ള സാധ്യത. അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ? ആരും കാണുകയില്ല, ആരും അറിയുകയില്ല, പുറത്ത് വരികയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് വക്രതയും കാണിക്കാൻ ഒരു ഭയവുമില്ല. അതാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. നമ്മളങ്ങനെയല്ല. നമ്മൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലാണ്. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ആ ഒരു പ്രമാണത്തിൻ്റെ കീഴിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള തീരുമാനം നമ്മളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നാം എവിടെയാണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിലാണ്. നമ്മളത് ചെയ്യാതിരിക്കുന്നത്, അത് നാം എന്തെങ്കിലും ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ നമ്മളുടെ സ്വഭാവത്തിൽ വരുത്തുന്നതായ പരിശുദ്ധാത്മാവ് വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ ഫലമായിട്ടാകുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇതങ്ങനെ കാര്യമായിട്ട് ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ വചനം കറക്റ്റ് അങ്ങനെയാണ്. ഇന്നത്തെ ക്രിസ്തീയ മാർഗം ദുഷിക്കപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ നിന്ദാപാത്രമായി ഇന്ന് ക്രിസ്ത്യാനികൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. ഞാൻ നേരത്തെ ബാപ്റ്റിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞല്ലോ. 24% ബാപ്റ്റിസ്റ്റുകാർ സുവിശേഷ വിഹിത ആളുകളാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇപ്പോഴില്ല, കുറച്ചു കാലം മുമ്പ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലൊക്കെ ബാപ്റ്റിസ്റ്റുകാർ രാവിലെ ചർച്ചിലേക്ക് വരും. ചർച്ച് ഹോളിൻ്റെ മുമ്പിൽ അവർ ആ തോക്ക് ചാരി വയ്ക്കും, അകത്ത് കയറും, ആരാധനയൊക്കെ കഴിയും, തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊതച്ചൊക്കെ പോകും. ഒരു കുഴപ്പമില്ല. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത് ബാപ്റ്റിസ്റ്റ് സഭയാണ്. ഇപ്പം അതിലൊക്കെ ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിലും നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികൾ ആരാന്നറിയാമോ? ബാപ്റ്റിസ്റ്റുകാരാ. ഇന്ത്യക്കെതിരെ പൊരുതുന്നവർ. രാഷ്ട്രത്തിനെതിരെ പൊരുതാൻ അനുവാദമുണ്ടോ ബൈബിളിൽ? ഇല്ല. സഭകളല്ല, സ്ഥാപനങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. സ്ഥാപനങ്ങൾ. പിന്നെ നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കുന്ന വേറെയുമുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് വചനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം. ഇരുപതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, അല്ലേ? ഇത് ഏത് അത്താഴത്തെക്കുറിച്ചാണ് പറയുന്നത്? തിരുവത്താഴത്തെക്കുറിച്ചാണോ? ആണോ? അല്ലേ? ആണോ വത്സൂരി? അതെ, തിരുവത്താഴത്തെക്കുറിച്ചാണ് അല്ലേ? ശരി, അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു പിരിക്കുന്നു. അപ്പം തിരുവത്താഴമാണോ? അല്ല. ഇത് നമ്മൾ ഓടിച്ച് വായിച്ചു പോകും. നമ്മളത് എന്താ മനസ്സിലാക്കാന്നറിയാവോ? അത് തിരുവത്താഴ ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ പശ്ചാത്തലത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇത് എത്ര തവണ, അല്ലേ, മിക്കവാറും എല്ലാവരും ബൈബിൾ വർഷത്തിലൊരിക്കൽ വായിച്ചു തീർക്കാറുണ്ട്. ഇപ്പോൾ ഒരു 10-20 പ്രാവശ്യം, അല്ലെങ്കിൽ 10-20 അതിലധികമോ പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തതായിട്ടുള്ള നമുക്ക് സംഗതി ക്ലിക്ക് ചെയ്തിട്ടില്ല. ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അപ്പോൾ അത് തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചല്ല. തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലേ, അല്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടി അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതൊരു ആത്മീക ശുശ്രൂഷയാണ്. അത് ആത്മീകമാണ്. നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നത്, നമ്മൾ അത്താഴം എന്ന് പറയാൻ പറ്റില്ല. അന്ന് ആ കാലത്ത് സഭായോഗങ്ങൾ വൈകുന്നേര സമയങ്ങളിലായിരുന്നു. അവരെല്ലാവരും കൂടി വന്ന് അവർ ഒരുമിച്ച് അത്താഴം കഴിഞ്ഞിട്ടാണ് അവർ മറ്റ് ശുശ്രൂഷകളിലേക്ക് കടന്നിരുന്നത്. നമ്മളിന്ന് രാവിലെ 10 മണിക്ക് ആയതുകൊണ്ട് നമ്മളിന്ന് ഉച്ചയ്ക്കാണ്, അല്ലേ, നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ അത്താഴമെന്നല്ല, കർത്താവിൻ്റെ ഉച്ചഭക്ഷണത്തിന് എന്താ പറയുന്നത്?
പ്രാതല് പ്രഭാതത്തിലെ അല്ലേ? മുത്താഴെന്നോ? എന്താന്ന് തോന്നുന്നു, എനിക്കറിയില്ല. മുത്താഴെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഓക്കെ, മുത്താഴമ്പത്തിനോ വിളിച്ചാൽ അറിയില്ല, എനിക്ക് ആ വാക്കറിയില്ല. എന്തായാലും നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നതായിട്ടുള്ള ആ ഭക്ഷണം എന്ന് പറയുന്നത് അത് നമ്മളുടെ ആത്മീക ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് നമ്മളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അത് 1-ാം നൂറ്റാണ്ടിൽ അതങ്ങനെ തന്നെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 2-ാം അധ്യായത്തിൽ എന്താണ് അതിൻ്റെ 48-ാമത്തെ വാക്യം, 44 മുതൽ, വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു, സകലതും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു പോന്നു. അല്ലേ? ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇതുപോലെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ലേഖനം എഴുതുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുന്നത് AD 70 ശേഷമാണ്. AD 29 മുതൽ നടന്ന കാര്യങ്ങളായിട്ടാണ് ഇതിനെക്കുറിച്ച് ചരിത്രമായിട്ടാണ് ഇത് എഴുതുന്നത്. ഇത് ചരിത്ര പുസ്തകമാണ്. അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ തലമുറ കഴിയുമ്പോഴും ചില ചെറുതും എന്നാൽ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം അങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രമാണം ഉണ്ടാക്കി വെച്ച് ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതല്ല, ദൈവം വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമ്മളുടെ വ്യത്യാസം, നമ്മൾ പഠിപ്പിക്കുന്ന വ്യത്യാസം? ഇന്ന് പൊതുവിൽ സഭകളിൽ എല്ലാവർക്കും ഈ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പം എന്താ പറയുന്നത്? കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്തുവാ? ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അതുപോലെ ഓഹരി കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, ഇനി അതിനും പുറമെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാം കൂടെ കൂടി ഒരു ദശാംശം 2 പ്രാവശ്യം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പഠിപ്പീരുകൾ ആ കാര്യത്തെക്കുറിച്ചുണ്ട്, അല്ലേ? അപ്പം എനിക്ക് 1,00,000 രൂപയുണ്ടെങ്കിൽ 10% അല്ലെങ്കിൽ 20%, അല്ലെങ്കിൽ 25%, അതിൽ കൂടുതലൊന്നും ആരും കൊടുക്കാൻ പറയില്ല. 25,000 രൂപ കർത്താവിനങ്ങ് എല്ലാം കൂടെ കൊടുത്തേച്ചാൽ ബാക്കി 75,000 രൂപ ആരുടെയാ? നമ്മുടെ. അതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. വചനത്തിൽ അങ്ങനെയില്ല. വചനത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ കർത്താവിൻ്റെയാണ്, നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാണ്, നമുക്കുള്ളതെല്ലാം അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആണെങ്കിൽ നമുക്കുള്ള എന്തിനെങ്കിലും നിന്നും എടുത്ത് ചെലവാക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? കർത്താവിൻ്റെ അനുവാദം വേണം. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുവദിക്കുന്നത് മാത്രം ഞാൻ എടുക്കുകയും ബാക്കിയുള്ളത് കർത്താവിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആർക്ക് അവകാശപ്പെട്ടതാ? കർത്താവിൻ്റെ സഭയ്ക്ക് അവകാശപ്പെട്ടത്. ഇത്രയും ധൈര്യമൊന്നും ആരും പഠിപ്പിക്കാനായിട്ട് എടുക്കാറില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനെയാണ്. അതങ്ങനെയല്ലാതെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ ദൈവവചനത്തിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് നാം മനസ്സിലാക്കുമ്പോൾ അത് ആത്മാവിൽ ഉൾക്കൊള്ളുന്നവർ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ തലത്തിലേക്ക് അങ്ങ് മാറും. ഇത് ബുദ്ധിയിലിരിക്കുന്നവർ ഇങ്ങനെ കണക്ക് കൂട്ടും, അല്ലേ? എൻ്റെ ബുദ്ധിക്ക് ഇത് ചേരുന്നുണ്ടോ? ബുദ്ധിക്ക് ചേരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ആത്മാവിൽ അത് ഉൾക്കൊണ്ടാൽ, ആത്മാവാണ് പിന്നെ നിയന്ത്രണം. ആത്മാവ് നിയന്ത്രിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ബുദ്ധിയിൽ ആലോചിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങൾ ആലോചിക്കാം, അല്ലേ? ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കാം. ഇവിടെ അത് ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് എതിരാണ് ബുദ്ധിയുടെ പ്രമാണം. അത് നീതിയുടെയും ന്യായത്തിൻ്റെയും പ്രമാണമാണ്. നീതിയുടെയും ന്യായത്തിൻ്റെയും എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നീതിയുടെയും ന്യായത്തിൻ്റെയും പ്രമാണം.
എന്നാൽ ആത്മാവിൻ്റെ പ്രമാണം, ആത്മാവിനെ അനുസരിച്ച് അല്ലേ, വീണ്ടും ജന്മം എന്ന് പറയുന്നത് കാറ്റ് പോലെയാകുന്നു അല്ലേ. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കാറ്റ് പോലെയാകുന്നു എന്ന് വെച്ചാൽ എന്താ? കാറ്റെങ്ങനെയാ? കാറ്റിനെ ആരെങ്കിലും പറഞ്ഞു വിടുന്നതാണോ? അല്ലേ, ഫാനൊക്കെ ഇടുമ്പോൾ കാറ്റ് അങ്ങനെ കിട്ടും. അല്ലാതെ പ്രകൃതിയിലുള്ള കാറ്റെന്ന് പറയുന്നത് അത് ചൂടും തണുപ്പുമായിട്ടുള്ള ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ അങ്ങ് പോവുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നാമും നമ്മളുടെ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളല്ല, നമ്മൾ കാറ്റ് പോലെ ജീവിക്കേണ്ട ആളുകളാണ്. കാറ്റ് പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റിനും പരിശുദ്ധാത്മാവിനും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിൽ, അറിയാവും. ന്യൂമ എന്ന് പറയുന്നൊരു വാക്കാണ് ഗ്രീക്കിൽ. കാറ്റിനും അതുപോലെ തന്നെ ആത്മാവിനും അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതം ഒരു കാറ്റ് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തീരുമാനങ്ങളോ നമ്മുടെ നിയന്ത്രണങ്ങളോ ഇല്ല. ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മെ നിയന്ത്രിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചിട്ട് കർത്താവ് വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്, ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ജീവിതം ജീവിക്കുകയും നമ്മളുടെ ജീവനെ നാം നേടുകയും ഒക്കെ ചെയ്താൽ തൻ്റെ ജീവനെ നേടുന്നവൻ അതിനെ കളയും അല്ലേ. എന്നെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ, നമ്മൾ മരിച്ചിട്ടുണ്ടോ? സഹോദരൻ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ സഹോദരി ചെയ്യുന്നത് ശരിയല്ല എന്നെങ്ങാനും പറഞ്ഞു പോയാൽ നമുക്കറിയാം നാം മരിച്ചോ ഇല്ലയോ എന്നല്ലേ. ഇല്ലേ? ശരിയല്ലേ? മരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ, മരിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവനും ദൈവിക ജീവനും കൂടെ ഒരുമിച്ച് പോകില്ല. ഇത് രണ്ടും ഭയങ്കര വ്യത്യാസം. നമ്മൾ മരിച്ചാൽ ദൈവത്തിൻ്റെ ജീവൻ നമ്മൾ പ്രവർത്തിക്കും, ദൈവാത്മാവ് നമ്മൾ പ്രവർത്തിക്കും. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാം, ആത്മാവിൻ്റെ ആലോചന കേൾക്കാം, ആത്മാവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി സമയം പറയാനുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മിക്കവാറും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസം പ്രതിയുള്ള വചനപഠനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരും ഒന്നും അതിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുത്താൽ പോലും കേട്ടു മറന്നു. ഒരു ചെവി കൂടെ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ, ഒരു ചെവി കൂടെ പോയി വേറൊരു ചെവി കൂടെ, ഒരു ചെവി കൂടെ കയറി വേറൊരു ചെവി കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ പോരാ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, അല്ല തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലാണ്, വചനം അവരുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഉള്ളിൽ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതാണ് വിശ്വാസികളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആത്മാവ് വ്യാപരിക്കുന്നു, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തി, അതാരാ? പരിശുദ്ധാത്മാവ. വചനവും നമ്മൾ വ്യാപരിക്കുന്നു. വചനം, ആത്മാവ്, സത്യം, ക്രിസ്തു, ഇതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ. വഴിയും സത്യവും ജീവനും ഞാൻ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പോന്ന പല സഭാവിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മതവിഭാഗങ്ങളുണ്ട്. അവിടുന്ന് ഒന്നും നമ്മളിങ്ങോട്ട് കൊണ്ടുവരരുത്. നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും വരുത്. അവിടുന്ന് കിട്ടിയതും നമ്മളുടേതായിട്ടുള്ള സൃഷ്ടിയും കൂടി കൂട്ടിക്കുഴച്ചൊരു അവിയലായിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നിർമ്മലമായ ദൈവവചനം അല്ലേ. പത്രോസ് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നത് വചനത്തെക്കുറിച്ച്, വചനം എന്ന മായമില്ലാത്ത പാൽ. ഒരല്പം മായം വചനത്തോട് കലർത്തിയാൽ പിന്നെ അത് വചനമല്ല. ഞാൻ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പ്രസംഗിച്ച പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷം അല്ലാതെ മറ്റൊന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വചനത്തോടൊക്കെ ആളുകൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ആർക്കും ഒരു വിഷയമല്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലന് അത് വിഷയമായിരുന്നു. ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അത് പത്രോസ് അപ്പോസ്തലനോട് പോലും വഴങ്ങിക്കൊടുത്തില്ല. വചനത്തോട് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അത് ഭയങ്കര ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അവിടെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ, നമുക്കല്ല, നമ്മുടെ സഭയെക്കുറിച്ചല്ല പറഞ്ഞേ, പൊതുവിൽ ഇന്നത്തെ ആളുകൾക്ക് എവിടെയെങ്കിലും പോകാനൊരു സ്ഥലം കിട്ടിയാൽ അതിൽ തൃപ്തരാകുന്ന ആളുകളാണ്. പക്ഷേ ഇതൊന്നും
നമ്മെ നിത്യതയിലെത്തിക്കില്ല. ഞാൻ വിചാരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഉപദേശ വിഷയത്തെ സംബന്ധിച്ചോ എങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയമോ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വീക്ക് ഡേയ്സിൽ ഒരുമിച്ചിരിക്കാം, സംസാരിക്കാം, സംശയ നിവാരണം വരുത്താം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ വചനത്തിൻ്റെ കൃത്യതയിൽ നിന്ന് ഒരല്പം പോലും നമ്മൾ മാറിയിട്ട് ശപിക്കപ്പെട്ടവരെന്നോ ഒന്നും നമ്മളെക്കുറിച്ച് പറയുവാനായിട്ടിടയാവരുത്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. സുമസൗകര്യ പാട്ട് പാടുമോ?